ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ആർക്കൊക്കെ മെമ്പേഴ്സ് ആവാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കി നോക്കൂ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ദി മെമ്പേഴ്സ് ആർ ഇറ്റ്സ് റിയൽ ഓണേഴ്സ്. അതിൽ മെമ്പേഴ്സാണ് അതിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് സെർട്ടൈൻ റൈറ്റ്സ് ആസ് വെൽ ആസ് ഡ്യൂട്ടീസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിബഡി ക്യാൻ ജോയിൻ ദി സൊസൈറ്റി അറ്റ് എനി ടൈം. എന്നിരുന്നാലും ഇതിൽ ഏതൊരാൾക്കും ഏത് സമയത്തും വന്ന് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് അതിനർത്ഥമില്ല. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ല. ദർ ആർ ക്വാളിഫിക്കേഷൻസ് ഫോർ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. അതിൽ ചില ക്വാളിഫിക്കേഷൻസ് ആണ്. ഇൻഡിവിജ്വലിന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് ഇതിൽ നിലനിൽക്കുന്നുണ്ട്. സം റെസ്ട്രിക്ഷൻസ് ആർ ആൾസോ പ്ലേസ്ഡ് ഓൺ മെമ്പേഴ്സ് ഫ്രം വിഡ്രോവൽ ഓഫ് ഷെയർസ്. ഷെയർ വിഡ്രോ ചെയ്യണമെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹൂ ക്യാൻ ബിക്കം മെമ്പേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് എടുക്കാം? ഇത് സെക്ഷൻ 16 ആണത് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി നോക്കാം. അല്ലെ ഫസ്റ്റ് വൺ, ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി അതർ സൊസൈറ്റി, ഒരു സൊസൈറ്റീസിന് വേറൊരു സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് എടുക്കാം. എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് എടുക്കാം. പിന്നെ ഗവൺമെൻറ്റിനും മെമ്പർഷിപ്പ് എടുക്കാം. എ ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഇനി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ഓഫ് പേഴ്സൺസ്, അതായത് ചില സംഘടനകൾക്കും എന്ത് ചെയ്യാം? മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഹവർ ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഇൻ ദി ഫോളോയിങ് കേസസ്. എന്നിരുന്നാലും ചില റെസ്ട്രിക്ഷൻസ് ഈ ഒരു കേസിൽ വരുന്നുണ്ട്. അതെന്താ പറഞ്ഞിട്ടുള്ളത്? എ സൊസൈറ്റി ഫോംഡ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ്. ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് നടത്തുന്ന ആ ഒരു സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് മാത്രമാണ് ആ ഒരു സൊസൈറ്റീസിൽ നടത്താൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് അതിൽ നിലനിൽക്കുന്നുണ്ട്. സെക്കൻഡ് പറയുന്നത് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൽ എൻഗേജ് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ആ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. പിന്നെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സൊസൈറ്റി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, എക്സാമ്പിൾ കോഫി ബോർഡ്, റബ്ബർ ബോർഡ് ഓർ അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കോഫി ബോർഡാവാം, റബ്ബർ ബോർഡ്, അല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള വേറെ സ്ഥാപനങ്ങളാവാം. അപ്പോൾ ഈ കോഫി ബോർഡ് എന്ന് പറയുമ്പോൾ കോഫിയുടെ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോഫി ബോർഡ് നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ആ ഒരു ബോർഡ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഓരോ സൊസൈറ്റീസും അതിൻ്റേതായ സ്പെസിഫിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നതാണ്. നെക്സ്റ്റ്, ക്വാളിഫിക്കേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. ഒരു ഇൻഡിവിജ്വലിന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് സെക്ഷൻ 16 റൂൾ 16 and 17 അത് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഹി മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് 18 years. 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു റെസ്ട്രിക്ഷനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റീസ് ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദിസ് പ്രൊവിഷൻ. എന്നാൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ
അത് ഈ ഒരു റെസ്ട്രിക്ഷൻ ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ അത് എക്സംപ്റ്റഡ് ആണ്. 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അല്ലാത്ത കേസിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. സെക്കൻഡ്, ഹീ ഷുഡ് നോട്ട് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായിരിക്കരുത് മെമ്പർഷിപ്പ് എടുക്കുന്നത്. നെക്സ്റ്റ്, ഹീ ഷുഡ് ബി റെസിഡൻറ്റ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി ഓർ ഹീ ഷുഡ് ബി ഇൻ ദി ഒക്യുപ്പേഷൻ ഓഫ് ലാൻഡ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി. ആ സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഏരിയയിൽ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ റെസിഡൻ്റ് ആയിരിക്കണം അയാൾ. അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ഏരിയയിൽ ലാൻഡ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരാളായിരിക്കണം മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. നെക്സ്റ്റ് കേസ് പറയുന്നത്, ഹീ ഷുഡ് നോട്ട് ബി ആൻ ഇൻസോൾവെൻറ്റ് ഓർ ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ആസ് ആൻ ഇൻസോൾവെൻറ്റ്. ഒരു ഇൻസോൾവെൻ്റ് ആയിരിക്കാൻ പാടില്ല, പാപ്പരായിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാപ്പരത്വത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ഒരാൾ ആയിരിക്കരുത് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത്, ഹീ ഷുഡ് നോട്ട് ഹാവ് ബീൻ സെൻറ്റൻസ്ഡ് ഫോർ ആൻ ഒഫൻസ് അതർ ദാൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ ഓർ ഇൻവോൾവിങ് മോറൽ ടെർപ്പിറ്റ്യൂഡ്. അതായത് ചില കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളായിരിക്കരുത് എന്നാണ്. പൊളിറ്റിക്കൽ നേച്ചറിൽ അല്ലാത്തുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾ ആയിരിക്കരുത് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. ദിസ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇതൊരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ദിസ് സെൻറ്റൻസ്ഡ് 5 years ഷുഡ് ഹാവ് അലാപ്സ്ഡ്. 5 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് ചെയ്ത സമയത്ത് അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇത് പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹീ ഷുഡ് നോട്ട് ബി എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി ഓർ ഓഫ് ഇറ്റ്സ് ഫിനാൻസിങ് ബാങ്ക് ഓർ എ പെയ്ഡ് എംപ്ലോയി ഓഫ് എനി അതർ സൊസൈറ്റി ഫോർ വിച്ച് ഇറ്റ് ഈസ് ദി ഫിനാൻസിങ് ബാങ്ക്. ഇനി പറയുന്നത് പെയ്ഡ് എംപ്ലോയി ആയിരിക്കും, ഒരു സൊസൈറ്റിയിലെ പെയ്ഡ് എംപ്ലോയി ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിലെ എംപ്ലോയി ആയിരിക്കാൻ പാടില്ല, പെയ്ഡ് എംപ്ലോയി ആയിരിക്കാൻ പാടില്ല. എന്നാൽ അതിൽ ചില ഇത് പറയുന്നുണ്ട്, ദിസ് നോട്ട് അപ്ലിക്കബിൾ ടു മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ്, അതുപോലെ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് ഓർ സൊസൈറ്റീസ് ഫോംഡ് ഫോർ ദി എംപ്ലോയീസ് ഓഫ് ദി ഫിനാൻസിങ് ബാങ്ക്. ഇതിലൊക്കെ അത് അപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള കേസുകളിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത്, ഹീ ഷുഡ് നോട്ട് ഹാവ് ബീൻ സർചാർജ്ഡ്. സർചാർജ് ചെയ്തിട്ടുള്ള ഒരാൾ ആയിരിക്കരുത്, അതായത് അധിക വില ചുമത്തിയിട്ടൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ആൾ ആയിരിക്കരുത് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. ഇതും ഒരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ഈ സർചാർജ്ഡ് 3 years മസ്റ്റ് ഹാവ് എലാപ്സ്ഡ്. അത് കഴിഞ്ഞ് 3 years കഴിഞ്ഞാൽ അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസും ആർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.